ശ്രീനഷ്ടമായി മലയാള സിനിമ. ചുവാർത്തയിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ കണ്ടു മടങ്ങിയെത്താം. നടൻ ശ്രീനിവാസൻ വിട പറഞ്ഞു. അന്ത്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ. 69-ാം വയസ്സിൽ. ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിൽ 3 മണിവരെ പൊതുദർശനം. സംസ്കാരം നാളെ രാവിലെ 10-ന് കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ. നഷ്ടമായത് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരനെ അനുസ്മരിച്ച സിനിമ, സാംസ്കാരിക രാഷ്ട്രീയ കേരളം. മൂർച്ചയേറിയ പരിഹാസങ്ങളിലൂടെ പ്രേക്ഷകരെ വലിയൊരു തലത്തിലേക്ക് ഉയർത്താൻ ശ്രീനിവാസന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നല്ലൊരു സുഹൃത്തിനെ നഷ്ടമായെന്ന് മോഹൻലാൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി 1.5 കോടി നൽകിയെന്ന ഗോവർദ്ധന്റെ മൊഴി. തെളിവുകൾ SITക്ക് കൈമാറി. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമായതിനു പിന്നാലെ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത. ബംഗാൾ ഉൾക്കടലിലും നിരീക്ഷണം കർശനമാക്കി. കൊല്ലപ്പെട്ട ജൻസി നേതാവ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന്. ഹിന്ദു യുവാവിനെ കൊന്നു കെട്ടിത്തൂക്കിയ സംഭവത്തിൽ 7 പേർ അറസ്റ്റ്. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കും. സൂര്യകുമാർ യാദവ് നയിക്കുന്ന നിലവിലെ ടീമിനെ നിലനിർത്താൻ സാധ്യത. മലയാളത്തിന്റെ മുഖശ്രീ മാഞ്ഞു. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ വിട പറഞ്ഞു. 69 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഭൗതികദേഹം എറണാകുളം ടൗൺ ഹാളിൽ എത്തിച്ചു. മുഖ്യമന്ത്രി ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. സംസ്കാരം നാളെ രാവിലെ 10-ന് കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ നടക്കും. ശ്രീജിത്ത് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീജിത്ത്, 1 മണിയോടുകൂടി എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനമെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. ഇപ്പോൾ അതനുസരിച്ച് തന്നെ ടൗൺ ഹാളിൽ ഭൗതിക ശരീരം എത്തിച്ചുവല്ലോ. ഏതൊക്കെ പ്രമുഖർ ഇതിനോടകം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തി? തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം. തീർച്ചയായും അദ്ദേഹം രോഗാതുരനായിരുന്നെങ്കിലും വളരെ അപ്രതീക്ഷിതമായൊരു വിയോഗമാണ് ശ്രീനിവാസന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതുപോലെ ടൗൺ ഹാളിലാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത്. അവിടേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കും. ഇപ്പോൾ ധാരാളമായി നിരവധി പ്രമുഖർ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ ഇങ്ങോട്ടേക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കണ്ടനാട്ടെ വസതിയിലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമം ആചാരം അർപ്പിക്കാൻ ധാരാളം ആളുകൾ എത്തിയിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് വളരെ അപ്രതീക്ഷിതമായിരുന്നു വിയോഗം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവിലെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയായി തന്നെ മലയാളികൾ ഏറ്റുവാങ്ങിയ ഒരു വാർത്തയാണ് ശ്രീനിവാസന്റെ. കുറച്ച് നാളുകളായി അദ്ദേഹം രോഗാതുരനായിരുന്നുവെങ്കിലും ആരോഗ്യാവസ്ഥ മോശമായിരുന്നുവെങ്കിലും അദ്ദേഹം സാമൂഹികമായി എന്നാലും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ ഇത്ര പെട്ടെന്ന് വിടവാങ്ങുമെന്നൊരു ചിന്ത മലയാളികൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇതിനേക്ക് അതിജീവിച്ച് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത്. നാളെ രാവിലെ 10 മണിക്കാണ് സംസ്കാര കർമ്മങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ടൗൺ ഹാളിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എല്ലാവരും തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ളവരും മറ്റ് സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരും എല്ലാം അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. നിലവിൽ ശ്രീനിവാസനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു മഹാപ്രതിഭ എന്ന് തന്നെ നമുക്ക് എല്ലാ മേഖലയിലും അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസന്റേത്. തിരക്കഥാകൃത്ത്, നടൻ, മെച്ചപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകൻ, സാമൂഹിക ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുത്തിലൂടെ തന്റെ പ്രതിഭ തെളിയിച്ചയാളെന്നുള്ള നിലയിൽ എല്ലാം തന്നെ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, സാധാരണ ചലച്ചിത്ര പ്രവർത്തകനപ്പുറത്തേക്ക് ശ്രീനിവാസൻ വളർന്ന മലയാളികളുടെ മനസ്സിൽ വളരെ സജീവമായൊരു ലോകമാണ് തീർത്തത്. ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉചിതമായ വിടവാങ്ങൽ നൽകാനുള്ള ക്രമീകരണങ്ങളാണ് ടൗൺ ഹാളിൽ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്വപ്ന,
ശ്രീജിത്ത്, മമ്മൂട്ടിയടക്കമുള്ള പ്രമുഖ താരങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയ അന്തിമോപചാരം അർപ്പിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ടൗൺ ഹാളിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയ ഒരു ചലച്ചിത്രകാരനാണ്. അപ്പോൾ അത്രയും ആളുകൾ അദ്ദേഹത്തെ കാണാനായി ഒഴുകിയെത്തുമെന്നതും ഉറപ്പാണ്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും ശ്രീനിവാസനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഓർമ്മകളുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കഥാപാത്ര സൃഷ്ടിയിലുള്ള പ്രത്യേകതകൾ ഇതെല്ലാം തന്നെയാണ് ഈ ഒരു വേളയിൽ ആളുകൾ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഉള്ള അവരുടെ ആദരാഞ്ജലികൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ഇടവേള ബാബു, നേരത്തെ ഉണ്ടായിരുന്ന അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു, ടീം ടോം, ഒപ്പം തന്നെ ബന്ധുക്കൾ ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ ടൗൺ ഹാളിൽ എത്തിയിട്ടുണ്ട്. ക്രമീകരണങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇവിടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ വലിയ താമസം കൂടാതെ അദ്ദേഹം മുഖ്യമന്ത്രി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അദ്ദേഹം ടൗൺ ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനം എത്തിക്കൊണ്ടിരിക്കുന്ന അല്പസമയത്തുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റ് മന്ത്രിമാർ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവർ അന്തിമോപചാരം അർപ്പിക്കും. എന്തായാലും മുഖ്യമന്ത്രി ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹം ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങൾ അറിയിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഇന്ന് കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി വിയോഗം സംഭവിക്കുന്നത്. ഇപ്പോൾ ഏതാനും നിമിഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കും. അദ്ദേഹത്തിന്റെ വാഹനം ഇപ്പോൾ ടൗൺ ഹാളിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട് നമ്മൾ സിനിമയിലെ ഏത് തലത്തിൽ നിന്ന് നോക്കിയാലും ഇത്രയധികം ഔന്നത്യവും ഇത്രയധികം പ്രതിഭയുമുള്ള ഒരാൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അദ്ദേഹത്തിന്റെ അതിനെയൊക്കെ തന്നെ തന്റെ പ്രവർത്തനങ്ങളെ പോലും വേണ്ടത്ര രീതിയിൽ ഒരു വലിയ നാട്യത്തോടുകൂടി അവതരിപ്പിക്കാൻ പോലും അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. വളരെ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ എത്ര സൂക്ഷ്മ നിരീക്ഷണ പാഠകത്തോടുകൂടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള നിലയിൽ മാത്രമാണ് അദ്ദേഹം തന്റെ രചനകളെ കണ്ടിരുന്നത്. സത്യത്തിൽ കോമൺ സെൻസ് അത്രയധികം, സാമാന്യ ബുദ്ധി അത്രയധികം ഉണ്ടായിരുന്ന മറ്റൊരു ചലച്ചിത്ര പ്രവർത്തകൻ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് പലരും ഗന്ധഗോപുരവാസികളാണ്. ആ ഘട്ടത്തിൽ ശ്രീനിവാസനെ കുറിച്ച് നോക്കുമ്പോൾ ശ്രീനിവാസൻ ഏറ്റവും താഴെത്തിട്ട് നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും തന്റെ പ്രതിഭ, തന്റെ മൂല്യങ്ങളൊക്കെ സ്വയം അദ്ദേഹത്തിനെ ഉറപ്പിക്കുകയും ചെയ്യുവാണ്. അതുകൊണ്ട് ചില സമയങ്ങളിലെല്ലാം അദ്ദേഹം ഒരുതരം പുച്ഛം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. കാരണം ഓരോരുത്തരുടെ ഉള്ളിലെ പൊള്ളയായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും ശ്രീനിവാസന് ധാരണകളുണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം കഥാപാത്ര സൃഷ്ടിയിൽ പോലും അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കണോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും പണക്കാരുടെ കോമാളിത്തരങ്ങളെയും പൊങ്ങച്ചങ്ങളെയും എല്ലാം വളരെ വിമർശനാത്മകമായി നിശ്ചിത ബുദ്ധിയോടുകൂടി വിമർശിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ മനുഷ്യന്റെ അപകർഷതാബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞും ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്ന പലതരം കാര്യങ്ങൾ, സ്വന്തം ആദ്യ രാത്രിയിൽ പോലും ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റിനോടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉപദേശത്തിന് അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിന്റെ ഉപദേശത്തിന് വഴങ്ങി ചെയ്യേണ്ട ഒരു വളരെ പാവപ്പെട്ട ഒരു സാധുവായ ഒരു മനുഷ്യൻ, അയാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ദുഷ്ടന്റെ ശുദ്ധനാണ് പക്ഷെ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഒരു തമാശ പറയുമ്പോൾ പോലും പിടിച്ചു നിർത്തി സമ്മർദ്ദത്തോടുകൂടി ശോഭ എന്താക്കിയിരിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ചില കഥാപാത്രങ്ങൾ. അങ്ങനെ തന്നെയാണ് ശ്രീജിത്ത്. ഓരോ മലയാളിയുടെയും ഉള്ളിലുള്ള വിവിധ വശങ്ങളെ പച്ചയായ രീതിയിൽ വലിച്ചുകീറി അദ്ദേഹം ഒട്ടിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നമ്മളുടെയൊക്കെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നതും ജനപ്രിയനാക്കുന്നതും ഒക്കെ. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ എറണാകുളം ടൗൺ ഹാളിലെത്തി ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. ചില പ്രതികരണങ്ങൾ കൂടി ഇതിനോടകം വന്നിട്ടുണ്ട്. അതിലേക്ക് എത്തിയിട്ട് ഞാൻ ശ്രീജിത്തിലേക്ക് മടങ്ങാം. മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാകാത്ത നഷ്ടമെന്നാണ് ശ്രീനിവാസന്റെ വേർപാടിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായക സ്ഥാനത്തെത്തിയ പ്രതിഭ മറഞ്ഞു. താൻ പ്രകാശിപ്പിക്കുന്ന ആശയം കടുത്ത വിമർശനത്തിന് വിധേയമാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ സരസമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചുവെന്നാണ് മുഖ്യമന്ത്രി അനുസ്മരിച്ചത്. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു. കഥ, തിരക്കഥ, സംവിധാനം, നടൻ, ഈ നിലകളിലെല്ലാം അദ്ദേഹം സിനിമാ രംഗത്ത് അതുല്യ പ്രതിഭയായിട്ടാണ് മാറിയിരുന്നത്. സാമൂഹ്യമായി ഒട്ടേറെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു.
സരസമായ ഭാഷയിൽ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ കലാകാരനാണ് ശ്രീനിവാസൻ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. കാലത്തിനു മുൻപേ നടന്ന കലാകാരനാണ്. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലും ശ്രീനിവാസന്റെ സിനിമയെക്കുറിച്ച് താൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഈ വിയോഗം സംഭവിച്ചത് എന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ഞാൻ സത്യം പറഞ്ഞാൽ CPM-നെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പ്രയോഗം. കാരണം തോറ്റു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമാവുന്നില്ല. തോൽപ്പിക്കാൻ എളുപ്പമാണ് നമുക്ക്, പക്ഷെ തോറ്റുവെന്ന് അവരെ വിശ്വസിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അവർ നടത്തുന്ന താത്വികമായ വിശകലനം ശങ്കരാടിച്ചേട്ടന്റെ കഥാപാത്രത്തിലൂടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ ശ്രീനിവാസന് ഒരു ബിഗ് സല്യൂട്ട് ആ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായി. സത്യത്തിൽ എത്ര കാലത്തിന്റെ മുൻപേ നടന്ന ആളാണ് അദ്ദേഹം. നല്ലൊരു സുഹൃത്തിനെയാണ് നഷ്ടമായതെന്നാണ് നടൻ മോഹൻലാൽ അനുസ്മരിച്ചത്. വൈകാരിക ബന്ധമാണ് ശ്രീനിവാസനുമായി ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദാസനും വിജയൻ ഇല്ലാതായാലും മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ കോമ്പിനേഷൻ വിജയനെ ഓർക്കുന്നത് ആള് തന്നെയാണ്. അതുകൊണ്ട് ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയാലും അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം എഴുതിയ സിനിമകളൊക്കെ മലയാളികൾക്ക് എന്ന് ഓർമ്മിക്കാൻ പറ്റിയത് തന്നെയാണ്. എൻ്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വലുതാണ്. ആസ് എൻ ആക്ടർ, ആസ് എ റൈറ്റർ, ഒരു കൊളീഗ്, ഫ്രണ്ട് എന്നൊക്കെ ഒരു സൗഹൃദമല്ല, പ്രത്യേക ഒരു വൈകാരിക ബന്ധമാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളും ഒരുപാട് യാത്രയിൽ ഞങ്ങൾ ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്ത ആളാണ്, സിനിമയും അല്ലാതെയും വ്യക്തിപരമായിട്ടൊക്കെ. ശ്രീനിവാസന്റെ വിയോഗത്തിൽ വിതുമ്പുകയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട്. 2 ആഴ്ചയ്ക്കൊരിക്കൽ പോയി അദ്ദേഹത്തെ കാണുമായിരുന്നുവെന്നും സംസാരിച്ച് ശ്രീനിവാസനെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നു. ബുദ്ധിയും മനസ്സും ഷാർപ്പായി എല്ലാ കാലത്തും ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നു എന്ന് സത്യൻ അന്തിക്കാട് സ്മരിച്ചു. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു, അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു, എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും വന്ന് പുള്ളിനെ ചാർജ് ചെയ്യും. കാര്യം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. ബഹുമുഖ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ എന്നാണ് മന്ത്രി സജി ചെറിയാൻ അനുസ്മരിച്ചത്. സാധാരണ മനുഷ്യൻ്റെ ജീവിതം വളരെ അർത്ഥവത്തായി കേരളത്തിൻ്റെ മലയാളി മനസ്സുകളിൽ എന്നും നിലനിൽക്കുന്ന തരത്തിൽ അവതരിപ്പിച്ച ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് മോഹൻലാലും അദ്ദേഹവും തമ്മിലുള്ള കോമ്പിനേഷൻ മലയാള സിനിമയെ വാനോളം ഉയർത്തുന്നതിനുള്ള ഒട്ടേറെ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അഭിനയത്തിലെ അദ്ദേഹത്തിൻ്റെ മികവ്, അഭിനയ കലയിൽ സൗന്ദര്യശാസ്ത്രത്തിന് വിലയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനപ്പുറമാണ് അഭിനയകല എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത് നടനായിരുന്നത്. ശ്രീനിവാസന്റെ വിയോഗം വലിയ നഷ്ടമെന്നാണ് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. ഭാവനാസമ്പന്നമായ കഥാപാത്രങ്ങളാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചതിൽ ഒട്ടുമിക്കതും. ചിന്താവിഷ്ടയായ ശ്യാമള കാണുമ്പോൾ ഭാര്യ തന്നെ കളിയാക്കാറുണ്ട്. കോൺഗ്രസിന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ്, മട്ടന്നൂർ കോളേജിൽ പഠിച്ചതാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ എല്ലാം സുഹൃത്തുക്കളാണ്. ഒരു സിനിമയുണ്ടല്ലോ, നമ്മളെ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള, അതായത് ആ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഇങ്ങനെ ബസ് കൈ കാണിച്ച് നിർത്തുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അമ്മാവനൊരു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്, വേണു. പിന്നെ RTO ആയിട്ട് പിരിഞ്ഞതാണ്. ശ്രീനിവാസന്റെ അങ്കിൾ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തെയാണ് സിനിമയിൽ അവതരിപ്പിച്ചത്.
മലയാള സിനിമയെ ഉന്നതിയിലെത്തിച്ച വ്യക്തിത്വം ആണ് ശ്രീനിവാസൻ എന്ന ജോൺ ബ്രിട്ടാസ് എം പി അനുസ്മരിച്ചു. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ധാരയ്ക്ക് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അദ്ദേഹം പറയുന്നതും അദ്ദേഹം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഓരോ ശകലങ്ങളിൽ നിന്നും പലതും ഉൾക്കൊണ്ടിരുന്നു. അദ്ദേഹത്തോട് നമുക്ക് യോജിക്കാം ഓരോ കാര്യങ്ങളിൽ. പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും അവഗണിക്കാൻ കഴിയുമായിരുന്നില്ല. ശ്രീനിവാസനാണ് ഒരുപക്ഷെ മലയാള സിനിമയെ വിദഗ്ധമായ ഒരു തലത്തിലേക്ക് നയിച്ചൊരു വ്യക്തി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഡൽഹി വരുന്ന സമയത്ത് 80കളിൽ ഇവിടെ മലയാള സിനിമയൊന്നും നല്ല രീതിയിലല്ല ആൾക്കാർ നോക്കിക്കണ്ടിരുന്നത്. 43 വർഷത്തെ ആത്മബന്ധമാണ് ശ്രീനിവാസനുമായി ഉള്ളതെന്ന് മുകേഷ്. എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. ഒരു തിരക്കഥ കിട്ടിയാൽ 10 ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറഞ്ഞാലേ സിനിമ നടക്കൂ. 43 വർഷത്തെ ബന്ധത്തിൽ ചെറിയ നീരസം പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ഓർത്തെടുത്തു. 43 കൊല്ലത്തെ ദൃഢമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവം വെച്ചുണ്ട്. എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറായിരുന്നു. അതിനകത്ത് സൗഹൃദമോ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ, TV പരിപാടിയാണെങ്കിൽ നല്ല TV പരിപാടി, നല്ല കഥ, നല്ല തിരക്കഥ. അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. ഒരു തിരക്കഥ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് വായിച്ചതിന് ശേഷം പുതിയൊരാളാണെങ്കിൽ പോലും ഒരു മിനിമം 10 ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ ഈ തിരക്കഥയുമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ശ്രീനിവാസൻ്റെ അടുത്തോട്ട് പോകാൻ ഭയമാണ്. കാര്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്ര കൃത്യമാണ്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, ഞാൻ ശ്രീനിവാസനുമായിട്ട് ഇത്രയും സിനിമയെ അഭിനയിച്ചു, ഇത്രയും കാലം ഒന്നിച്ച് നടന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ പരാമർശിച്ചു, അല്ലെങ്കിൽ ഒരു സിനിമയുടെ കാര്യം വരുമ്പം ആ കഥാപാത്രത്തെക്കുറിച്ച്. ഇപ്പോൾ മുഖ്യമന്ത്രി എറണാകുളം ടൗൺ ഹാളിൽ ശ്രീനിവാസൻ്റെ ഭൗതിക ദേഹത്ത് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശബരിമല വിശേഷങ്ങളിലേക്കാണ്. പുല്ലുമേട് കാനനപാത വഴിയുള്ള തീർത്ഥാടകർക്ക് നിയന്ത്രണം. വണ്ടിപ്പെരിയാർ സത്രത്തിലൂടെ സ്പോട്ട് ബുക്കിംഗ് വഴി ഒരു ദിവസം 1000 തീർത്ഥാടകരെ മാത്രമേ കടത്തിവിടുകയുള്ളൂവെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം തുടരുകയാണ്. 96,631 ഭക്തർ ഇന്നലെ മാത്രം 18ാം പടി ചവിട്ടി. പുല്ലുമേട് വഴിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി ഒരു ദിവസം 1000 തീർത്ഥാടകരെ മാത്രമേ പുല്ലുമേട് വഴി കടത്തിവിടുകയുള്ളൂ. വെർച്വൽ ക്യൂ വഴി വണ്ടിപ്പെരിയാർ പുല്ലുമേട് പാത തെരഞ്ഞെടുത്ത് ബുക്ക് ചെയ്ത തീർത്ഥാടകർക്ക് നിയന്ത്രണം ബാധകമല്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. മണ്ഡലമാസത്തിന്റെ അവസാന നാളുകളിലേക്ക് കടന്നപ്പോൾ ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം വർദ്ധിച്ചിട്ടുണ്ട്. ദിവസവും 1 ലക്ഷത്തിനടുത്ത് ഭക്തരാണ് എത്തുന്നത്. 96,631 ഭക്തർ ഇന്നലെ മാത്രം 18ാം പടി ചവിട്ടി. അതേസമയം ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് നാളെ മുതൽ സന്നിധാനത്ത് സദ്യ വിളമ്പും. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ദേവസ്വം ബോർഡ് ഭക്തർക്കായി സദ്യ ഒരുക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പലതവണയായി 1.5 കോടിയിലേറെ രൂപ പോറ്റിക്ക് കൈമാറിയ ശേഷമാണ് സ്വർണം കൈപ്പറ്റിയതെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ മൊഴി നൽകി. SITക്ക് മുന്നിൽ പോറ്റിക്ക് പണം കൈമാറിയതിന്റെ തെളിവുകളും അദ്ദേഹം ഹാജരാക്കി. ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇരുവരും നിലവിൽ റിമാൻഡിലാണുള്ളത്. തന്നെ കള്ളക്കേസിൽ കൊടുക്കിയെന്നാണ് ഗോവർദ്ധന്റെ വാദം. ഈ വാദമുയർത്തി ഗോവർദ്ധൻ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെയും SIT വീണ്ടും ചോദ്യം ചെയ്യും. ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടില്ലെന്നും ശബരിമലയിലെ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് പലപ്പോഴും പണം നൽകിയതെന്നുമാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ മൊഴി. സുഹൃത്തെന്ന നിലയിലാണ് സ്വർണം വാങ്ങിയതെന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. എന്നാൽ ശബരിമലയിലെ സ്വർണമാണെന്നും അത് ദേവസ്വം സ്വത്താണെന്നുമുള്ള വ്യക്തമായ അറിവുണ്ടായിരുന്നിട്ടും ഗോവർദ്ധൻ തട്ടിപ്പിന് കൂട്ടുനിന്നെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയും വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനുമെന്നാണ് SIT കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കൊച്ചിയിൽ റിട്ടയർഡ് അധ്യാപികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടപ്പള്ളി പോണേക്കര പ്രതീക്ഷ നഗർ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരി 70 വയസ്സുള്ള വനജയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിനുള്ളിലെ കിടക്കയിലാണ് ശരീരത്തിൽ മുറിവുകളുമായി രക്തം വാർന്ന് മരിച്ച നിലയിൽ വനജയെ കണ്ടെത്തിയത്. എളമക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് കാക്കൂരിൽ അമ്മ 6 വയസ്സുകാരനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. മുത്തശ്ശനോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് വിവരം. നരിക്കുനി KSFE ജീവനക്കാരിയായ മാതാവ് അനുവിനെ കാക്കൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന് പിന്നാലെ മുത്തശ്ശൻ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അനു തന്നെയാണ് പോലീസിനെ ഇക്കാര്യം വിളിച്ചറിയിച്ചതെന്നും വിവരമുണ്ട്. അതേസമയം അനുവിന് മാനസിക പ്രശ്നമുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. അശാന്തിയിലാണ് അയൽരാജ്യം. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമാണ്. കൊല്ലപ്പെട്ട ജൻസി നേതാവ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. രാജ്യത്ത് ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ബംഗ്ലാദേശ് മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം അസാധാരണമായ നിലയിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യം കോസ്റ്റ് ഗാർഡ് നിരീക്ഷിച്ചു വരികയാണ്. അമൃത TV ജിദ്ദ പ്രതിനിധി സുൽഫിക്കർ ഒതായിയുടെ മാതാവ് ഫാത്തിമ കുട്ടി CH അന്തരിച്ചു. കുഞ്ഞിരാല ഉസൻ ബാപ്പുവാണ് ഭർത്താവ്. സുൽഫിക്കർ ഒതായി, ഹബീബ്, ഷബ്ബീർ എന്നിവരാണ് മക്കൾ. മയ്യത്ത് നമസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:40 നടക്കും. ഒതായി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം. കായിക വാർത്തകൾ. അടുത്ത വർഷം ആദ്യം നടക്കുന്ന 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറിന്റെ അധ്യക്ഷതയിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ടീം പ്രഖ്യാപനം നടത്തുക. ഇന്നലെ സമാപിച്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലെയും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെയും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടീമിനെ സെലക്ട് ചെയ്യുക. സൂര്യകുമാർ യാദവ് നയിക്കുന്ന നിലവിലെ ടീമിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല എന്നാണ് സൂചന. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് പുലർത്തിയ ഇഷാൻ കിഷൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ടീമിലേക്കുള്ള തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. 2026 ഫെബ്രുവരി 7-നാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി ലോകകപ്പ് തുടങ്ങുന്നത്. അന്തരിച്ച നടൻ ശ്രീനിവാസന് ആദരാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം ടൗൺ ഹാളിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മന്ത്രി P രാജീവ് അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം നടന് ആദരമർപ്പിക്കാനായി അന്തിമാഞ്ജലി അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ആയിരുന്നു ശ്രീനിവാസിൻ്റെ വിയോഗം. 69 വയസ്സായിരുന്നു. ശ്വാസ തടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ ശ്രീനിവാസിൻ്റെ വിയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേക്ഷകരടക്കമുള്ള ലോകം. ചില പ്രതികരണങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭയാണ് ഓർമ്മയായതെന്നാണ് നടൻ ജോയ് മാത്യു അനുസ്മരിച്ചത്. ഒരു യുഗപുരുഷനായിരുന്നു. കാരണം ഇനി ശ്രീനിവാസ യുഗമില്ല. മലയാളിയുടെ സാമൂഹിക ജീവിതത്തിനെ ഇത്രമാത്രം അടുത്തറിയുകയും നിരീക്ഷിക്കുകയും അതിന് തൻ്റെ രചനയിലൂടെ സംവിധാനത്തിലൂടെ ഒക്കെ മലയാളിക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭ. അദ്ദേഹം നടൻ എന്ന നിലയിൽ മാത്രമല്ല, അതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ എഴുത്തുകാരൻ എന്ന രീതിയിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ബഹുമാനം. അദ്ദേഹത്തിന് സംവിധാന മികവിലിറങ്ങിയ 2 സിനിമകളും എക്കാലത്തെയും മലയാളിയുടെ കപട സദാചാരത്തെയും അതുപോലെയുള്ള മലയാളിയുടെ ദൗർബല്യങ്ങളെയും ഒക്കെ ശരിക്കും വ്യക്തമാക്കുന്ന സിനിമകളാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ. നടൻ ശ്രീനിവാസിൻ്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിലാണ്. ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.